മാർച്ച് 25 ചൊവ്വാഴ്ച. ലൂക്ക 1:26 മുതൽ 38 വരെ വാക്യങ്ങൾ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം കണ്ടു. ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. സത്യദൈവവും സത്യമനുഷ്യനുമായ നസ്രായനായ യേശുവിനെയാണ് നാം ആഘോഷിക്കുന്നത്. കർത്താവിൻ്റെ അമ്മയായി തീർന്ന പരിശുദ്ധ മറിയത്തെയാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. ഒരു പ്രത്യേക അർത്ഥത്തിൽ മനുഷ്യവംശത്തെ മുഴുവൻ നമ്മളെയും നാം ആഘോഷിക്കുന്നു. കാരണം അവതാരത്തിൻ്റെ രഹസ്യം നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് വളരെ ഉയർന്ന ഒരു അന്തർലീനതയുണ്ടെന്നും കൃപയുടെ പ്രവർത്തനത്തിലൂടെ ദൈവികതയിലേക്ക് ഉയർത്തപ്പെടാൻ പോലും കഴിയുമെന്നും ഈ സംഭവം കാണിക്കുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ദൈവികവും മനുഷ്യപ്രകൃതിയും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ബിഷപ്പുമാരുടെ ഇടയിൽ ഒരു ദൈവശാസ്ത്രപരമായ ചർച്ച നടന്നു. കോൺസ്റ്റാന്റിനോപ്പിളെ ആർച്ച് ബിഷപ്പായ നെസ്റ്റോറിയസ് ക്രിസ്തുവിൽ 2 അടിസ്ഥാന ഹൈപ്പോസ്റ്റേസുകൾ എന്ന് അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് വാദിച്ചു. ഒന്ന് മനുഷ്യൻ്റെയും മറ്റൊന്ന് ദൈവികതയുടെയും. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം കന്യാമറിയിൽ നിന്നാണ് ജനിച്ചതെന്നും അവൻ്റെ ദൈവത്വം അല്ല എന്നും അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ മറിയത്തെ ദൈവവാഹകൻ അല്ലെ തിയോടോക്കോസ് എന്ന് വിളിക്കരുതെന്നും ക്രിസ്തുവിനെ വഹിക്കുന്നവൾ എന്ന് മാത്രമേ വിളിക്കാവൂ എന്നും നെസ്റ്റോറിയസ് വിശ്വസിച്ചു. എന്നാൽ അലക്സാൻഡ്രിയയിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ സിറിൽ യേശുവിൻ്റെ ദൈവീകത്വവും മനുഷ്യത്വവും ഒരു ഹൈപ്പോസ്റ്റാസിസിൽ ഒന്നിക്കുന്നുവെന്ന് വാദിച്ചു. അതായത് ദൈവത്വവും മനുഷ്യത്വവും പൂർണ്ണമായി യേശുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ മറിയത്തെ ക്രിസ്തുവിൻ്റെ അമ്മ എന്നല്ല, മറിച്ച് തിയോടോക്കോസ് അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന് നാം വിളിക്കണം എന്ന് വാദിച്ചു. കാരണം ദൈവം അവളിൽ നിന്നാണ് ജനിക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ നിന്ന് മാത്രമല്ല, മറിയം തൻ്റെ ഗർഭപാത്രത്തിൽ ഒരു വ്യക്തിയെ ഗർഭം ധരിച്ചു. ആ വ്യക്തി ദൈവവും മനുഷ്യനുമായിരുന്നു, പൂർണ്ണമായും ഒന്നായിരുന്നു. AD 431 എഫേസസിൽ നടന്ന ഒരു കൗൺസിലിൽ സിറിലിൻ്റെ വാദം സ്വീകരിക്കുകയും നെസ്റ്റോറിയസിൻ്റെ വാദം അപലപിക്കുകയും ചെയ്തു. തുടർന്ന് നെസ്റ്റോറിയസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇന്ന് നാം ആഘോഷിക്കുന്ന തിരുനാൾ ഈ വിവാദത്തിൻ്റെ സമയത്താണ് പ്രായോഗികമായി വന്നത്. ഒരുപക്ഷെ എഫേസസ് കൗൺസിലിൽ നിന്ന് ഉയർന്നു വന്ന ദൈവശാസ്ത്ര പഠിപ്പിക്കലിനെ ഊന്നിപ്പറയുന്നതിനുള്ള ഒരു മാർഗമായിരിക്കാം ഈ ആരാധന. സഭാ ചരിത്രത്തിലുടനീളം ഒരു ദൈവശാസ്ത്രപരമായ സത്യം നിർവഹിക്കപ്പെടുമ്പോൾ ആ സത്യം സഭയുടെ വിശ്വാസത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു പ്രകടനമായി ആരാധനക്രമത്തിൽ ആഘോഷിക്കപ്പെടുന്നു. ഈ തിരുനാളിൻ്റെ തീയതി രസകരമാണ്. ക്രിസ്മസിന് 9 മാസം മുമ്പാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യം ഈ തിരുനാളിൻ്റെ തീയതി നിശ്ചയിച്ചതിന് ശേഷമായിരിക്കാം യേശുവിൻ്റെ ജനനത്തീയതി നിശ്ചയിച്ചത്. യേശുവിൻ്റെ മരണം മാർച്ച് 25 സംഭവിച്ചുവെന്നാണ് പല ആദിമ ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരുന്നത്. അതിനാൽ അവിടുത്തെ അവതാരവും ഈ ദിവസം തന്നെ ആയിരിക്കണം. രസകരമെന്ന് പറയട്ടെ, 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മാർച്ച് 25 എന്ന തീയതി ആദാമിനെ ദൈവം സൃഷ്ടിച്ച ദിവസമാണെന്നും അബ്രാഹം ഇസാക്കിനെ ബലിയർപ്പിച്ച ദിവസമാണെന്നും
ഇസ്രായേലിയർ ചെങ്കടലിലൂടെ കടന്നുപോയതിൻ്റെയും തീയതി ആണെന്നും കൂടി ആളുകൾ വിശ്വസിച്ചിരുന്നു. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വിശ്വാസം ആഘോഷിക്കപ്പെടണം. വിശ്വസിക്കുക മാത്രമല്ല, അത് പ്രഖ്യാപിക്കുകയും നമ്മളതിൽ സന്തോഷിക്കുകയും ജീവിക്കുകയും വേണം. മനുഷ്യ അവതാരത്തിലുള്ള നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതത്തിന് അതെ എന്ന വാക്ക് അനുകരിക്കാൻ മറിയത്തിന് സാധിച്ചതുപോലെ നമുക്കും അതെ എന്ന് പറയാൻ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൽ അവൻ്റെ ദിവ്യപുത്രനെ ജനിപ്പിക്കുന്നതിൽ നമുക്ക് പങ്കുചേരാൻ കഴിയും. അങ്ങനെ നമ്മിലൂടെ അവൻ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് തുടരുകയും ചെയ്യും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.